നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള പ്രകോപനം തുടരുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലുടനീളം കടുത്ത ജാഗ്രത തുടരുന്നു. ഇന്നലെ രാത്രി ഇന്ത്യയിലെ ജമ്മു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഒന്നുപോലും നിലം തൊടാതെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ വെടിവെച്ചിടുകയായിരുന്നു. തുടർന്ന് മിനിറ്റുകൾക്കകം ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ സൈനിക വിഭാഗങ്ങൾ സജ്ജമായിരിക്കുമ്പോൾ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തിക്കടുത്തുള്ള പല ജില്ലകളിലെയും സംസ്ഥാന പോലീസ് സേനകളിലെ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കിയിരിക്കുകയാണ്. ദില്ലിയിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും അവധി റദ്ദാക്കി ജോലികളിൽ പ്രവേശിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. SSLC പരീക്ഷാ ഫല പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. PRD ചേംബറിൽ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഫലം പ്രഖ്യാപിക്കുക. ശേഷം വിവിധ വെബ്സൈറ്റുകളിൽ ഫലം അറിയാം. വിദ്യാർത്ഥികൾക്ക് റോൾ നമ്പറും ജനന തീയതിയും നൽകി ഫലം പരിശോധിക്കാം. ഡിജിലോക്കർ വഴിയും SMS വഴിയും ഫലം അറിയാനുള്ള സൗകര്യമുണ്ടാകും. 4,27,021 വിദ്യാർത്ഥികളാണ് ഈ വർഷം 10ാം തരം പരീക്ഷ എഴുതിയിട്ടുള്ളത്. MDMA കടത്ത് കേസിൽ സൗത്ത് തൃത്താല സ്വദേശി ജാഫർ സാദിഖ് ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഇത് 2ാം തവണയാണ് ജാഫർ സാദിഖ് MDMA കടത്ത് കേസിൽ പിടിയിലാകുന്നത്. മാരക മയക്കുമരുന്നായ MDMA കടത്തിയ കേസിൽ സൗത്ത് തൃത്താല സ്വദേശി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മുഖ്യ സൂത്രധാരൻ സൗത്ത് തൃത്താല മാടപ്പാട്ട് പട്ടിക്കര വളപ്പിൽ MP ജാഫർ സാദിഖ്, ഓങ്ങല്ലൂർ കല്ലടിപ്പറ്റ പാറമേൽ ഇല്യാസ്, ഓങ്ങല്ലൂർ മണ്ണയിൽ വീട്ടിൽ M ഫഹദ് അലവി എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പിൻവശത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇല്യാസും ഫഹദ് അലവിയും പിടിയിലായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജാഫർ സാദിഖ് പിടിയിലായത്. 2023 നവംബർ 11-ന് 300 ഗ്രാം MDMAയുമായി തൃത്താലയിൽ പിടിയിലായ ജാഫർ സാദിഖ് ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. ഇതിനുശേഷവും ലഹരി ഇടപാട് തുടരുകയായിരുന്നു. ഒമാനിൽ നിന്നും ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് സംശയം. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവരുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ജാഫറിന്റെ നേതൃത്വത്തിൽ സമാന രീതിയിൽ വിദേശത്തു നിന്നും മയക്കുമരുന്നെത്തിച്ച് വിൽപ്പന നടത്തുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. ഡിവൈഎസ്പിമാരായ അബ്ദുൾ മുനീർ, R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് മയക്കുമരുന്നും കടത്തിയവരെയും പിടികൂടിയത്. സൈനുദ്ദീൻ ഖുറൈഷി രചിച്ച റുഹാനി എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം മെയ് 12-ന് നടക്കും. പുസ്തക പ്രകാശനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിനു വടേരി അധ്യക്ഷനായി. RA അബ്ദുൾ ഹക്കീം, CT ജാൻസി മാസ്റ്റർ, TS സനു എന്നിവർ സംസാരിച്ചു. മെയ് 12-ന് പൂവത്തൂർ വ്യാപാര ഭവനിൽ വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കവി ഡോക്ടർ C രാവുണ്ണി പുസ്തക പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, എഴുത്തുകാരൻ പ്രസാദ് കാക്കശ്ശേരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പുരോഗമന കലാസാഹിത്യ സംഘം ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശന കർമ്മം സംഘടിപ്പിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ പപ്പായ കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് വേലൂർ മച്ചിങ്ങൽ ദിലീപ് കുമാർ. കൃഷി ജീവവായുവായ ദിലീപിന്റെ കൃഷിയിടത്തിൽ പപ്പായ വിളവെടുപ്പ് നടത്തി. വേലൂർ കീരാലൂർ പെരുമ്പള്ളിപ്പാട്ട് ഫസലിന്റെ 10 ഏക്കർ കൃഷിയിടം പാട്ടത്തിനെടുത്താണ് ദിലീപ് കൃഷി ചെയ്യുന്നത്. 3.5 ഏക്കർ ഭൂമിയിൽ വിവിധ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്യുന്നത്. ചേന, കാച്ചിൽ, മഞ്ഞൾ, പൊടിക്കിഴങ്ങ്, തണ്ണിമത്തനടക്കമുള്ള മറ്റു വിളകൾ മറ്റു സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ദിലീപ് റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായ തിരഞ്ഞെടുത്തത്. 6 മാസം മുൻപാണ് തൈകൾ നട്ടതും. കൃഷിയുടെ ആദ്യ നാളുകളിൽ മുള്ളൻ പന്നി ചെടികൾ നശിപ്പിച്ചുവെങ്കിലും തോട്ടയുടമ മതിലിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് ദിലീപിന് ഏറെ സഹായകമായി. തികച്ചും ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, കടല, വേപ്പിൻ പിണ്ണാക്കുകൾ, എല്ലുപൊടി എന്നിവയാണ് പ്രധാനമായും കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. നൂതന കൃഷിരീതിയായ ട്രിപ്പിംഗ് ഇറിഗേഷൻ രീതി തിരഞ്ഞെടുത്തത് ജലനഷ്ടം കുറയ്ക്കുവാനും സഹായകമായി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം ശുഭ അനിൽകുമാർ, കൃഷി ഓഫീസർ അജ്ന തുടങ്ങിയവർ പങ്കെടുത്തു.
ആദ്യ ദിനത്തിൽ തന്നെ 150 കിലോയോളം വിളവെടുപ്പിൽ ലഭിച്ചു. വിളവെടുപ്പിന് ശേഷം തോട്ടത്തിൽ വന്ന് പപ്പായ വാങ്ങുന്നവരുടെ എണ്ണവും ഏറെയാണ്. ഇത് നമുക്ക് കിലാലൂരുള്ള ഫൈസൽക്കയുടെ സ്ഥലമാണ്, പെരുമ്പള്ളിശ്ശേരി. അപ്പോൾ മൂപ്പരുടെ 10 ഏക്കർ സ്ഥലമാണിത്. ഇതിലിപ്പോൾ ഞാൻ എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ഇക്കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ പപ്പായ കൃഷി ചെയ്തു നോക്കാമെന്നുള്ളൊരു ഇത് തോന്നിയത്. ബാക്കിയുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒരു 100 റെഡ് ലേഡി പപ്പായ ചെയ്തു നോക്കി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവെടുക്കാനുള്ളൊരു കണ്ടീഷനായിട്ടുണ്ട്. നല്ല രീതിയിൽ കായ ഉണ്ടായിട്ടുണ്ട്. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ തരിശിട്ട പാടത്തെ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒട്ടകത്തിന്റെ ജഡം കത്തിച്ച് സംസ്കരിച്ചു. തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ഒട്ടകത്തിന്റെ ജഡം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കുഴിയെടുത്ത് മൂടിയ നിലയിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാർ വാർഡ് കൗൺസിലറെയും കുന്നംകുളം പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അയൽവാസിയായ ഗൃഹനാഥനാണ് ഒട്ടകത്തിന്റെ ജഡമാണ് കുഴിച്ചിട്ടതെന്ന് സ്ഥിരീകരിച്ചത്. അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ സമീപവാസികളുടെ ആവശ്യപ്രകാരം കുന്നംകുളം നഗരസഭയുടെയും പോലീസിന്റെയും സഹായത്തോടുകൂടി പാടത്തെ പറമ്പിൽ ജഡം കത്തിച്ച് നശിപ്പിക്കുകയായിരുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണനമേള എന്ന പേരിൽ ചാവക്കാട് ബ്ലോക്ക് തല പാചക മത്സരം നടന്നു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് റഷീദ് എന്നിവർ പങ്കെടുത്തു. പായസം, ജ്യൂസ്, നാടൻ വിഭവങ്ങൾ, പുട്ട്, കേക്ക് എന്നീ ഭക്ഷണപദാർത്ഥങ്ങളായിരുന്നു മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. പാചക വിദഗ്ധൻ ജയശങ്കർ വിധികർത്താവായി. ചാവക്കാട് കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, വടക്കേക്കാട് കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രബീന സത്യൻ, പുന്നൂർകുളം കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ രാജൻ, പുന്നയൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കെ കരുണാകരൻ ഫൗണ്ടേഷൻ പുന്നയൂരിന്റെ നേതൃത്വത്തിൽ പുന്ന നൌഷാദ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് വിന്നേഴ്സ് ട്രോഫിക്കുള്ള അഖില കേരള സെവൻസ് ഫോട്ടോ ബോൾ ടൂർണമെന്റ് മെയ് 20-ന് ചൊവ്വാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അകലാട് MIC ഗ്രൗണ്ടിൽ KK ഖാദർ നഗറിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള 7ഓളം പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് പുന്ന നൌഷാദ് മെമ്മോറിയൽ ട്രോഫിക്ക് പുറമെ ക്യാഷ് പ്രൈസും സമ്മാനിക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുജീബ് അകലാട്, കൺവീനർ താച്ചു കരിയാടൻ, ട്രഷറർ ഷംറൂദ് പടിഞ്ഞാറയിൽ, ഖത്തർ പ്രതിനിധി KH നൌഷാദ്, വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ആരംഭിച്ചു. അകലാട് MIC സ്കൂളിൽ ആരംഭിച്ച ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK അറഫാത്ത് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ ചിതു രാജേഷ്, മുജീബ് റഹ്മാൻ, സെലീന നാസർ, ഫുട്ബോൾ പരിശീലകൻ അനസ് എന്നിവർ സംസാരിച്ചു. പങ്കെടുക്കുന്ന കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 25 കുട്ടികൾക്കാണ് സ്ഥിരമായി പരിശീലനം നൽകുക. റോഡ് അപകടങ്ങളിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് ജീവകാരുണ്യ മേഖലയിൽ രൂപം കൊണ്ട ആക്ട്സ് സംഘടന 25 വർഷം പൂർത്തിയാക്കി. ആക്ട്സിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാ സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ആക്ട്സ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TA അബൂബക്കർ അധ്യക്ഷനായി. പുതിയ ആംബുലൻസിന്റെ സമർപ്പണം സേവ്യർ ചിറ്റ്ലപ്പിള്ളി MLA നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ആക്ട്സ് ഭവന നിർമ്മാണ പദ്ധതിയായ സ്വപ്ന സൗധത്തിന്റെ പ്രഖ്യാപനം നടത്തി. കുന്നംകുളം ACP CR സന്തോഷ്, ചലച്ചിത്ര താരങ്ങളായ നിയാസ് ബക്കർ, കലാഭവൻ നവാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ കൗൺസിലർമാരായ K അജിത് കുമാർ, അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ആക്ട്സ് ജില്ലാ ഭാരവാഹികളായ CR വത്സൻ, ലൈജു സെബാസ്റ്റ്യൻ, വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, ജില്ലാ കൺവീനർ KM അബ്ദുൾ സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആക്ട്സ് ടീം അവതരിപ്പിച്ച കരോക്കെ ഗാനമേള അരങ്ങേറി. തിരുവങ്കിട ചലപതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു. ക്ഷേത്രത്തിൽ വൈകിട്ട് പൂജകൾക്ക് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അനന്തനാരായണൻ തിടമ്പേറ്റി.
കോട്ടപ്പടി സന്തോഷ് മാരാരുടെ പ്രമാണത്തിൽ നടന്ന മേളത്തിന് അനീഷ് നമ്പീശൻ, ഗുരുവായൂർ സേതു, ഗുരുവായൂർ ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്ര താഴത്തേക്കാവ് പരിസരത്തു നിന്നും ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ അനുഷ്ഠാന നിറവോടെ വായ്ത്താരി അറിയിപ്പ് കഴിഞ്ഞ് പള്ളിവേട്ട നടന്നു. ഓട്ടപ്രദക്ഷിണവുമായി 7 തവണ ക്ഷേത്രം വലം വെച്ച് പള്ളിക്കുറുപ്പോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്ട് മുഖാന്തരം ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്ത് തെരഞ്ഞെടുക്കുന്നു. MBBS ഡിഗ്രി TCMC ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ 14-ാം തീയതിക്ക് മുന്നേ സർട്ടിഫിക്കറ്റ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04885 29 62 49 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം കോട്ടപ്പടി പരേതനായ തൂമാട്ട് വേലായുധൻ ഭാര്യ കാർത്തിയനി നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ വാതക ശ്മശാനത്തിൽ നടന്നു. രജനി, രാജൻ, ഷീജ, ഷീബ എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയനൂർ തെങ്ങുങ്ങൽ പരേതനായ ഇട്ടി മാത്യുവിന്റെ മകൻ കൊച്ചുമോൻ നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. എരുമപ്പെട്ടി തിപ്പല്ലൂർ കിഴക്കുംകര വീട്ടിൽ ശിവശങ്കരൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം 3 മണിക്ക് തറവാട്ട് വീട്ടിൽ നടക്കും. പാർവതി ഭാര്യയും രമ്യ, വിനു എന്നിവർ മക്കളുമാണ്. 2 ആഴ്ച മുമ്പ് ശിവശങ്കരന്റെ മാതാവ് മരിച്ചിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.